മഴ തോരും മുംബൈയിൽ രോഹിത്തിനോട് സംസാരിക്കാൻ കാറിൻ്റെ താക്കോൽ ഒളിപ്പിച്ച് വെച്ച് രേവതിക്കുട്ടി. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, മഴ തോരും മുംബൈയിലാണെങ്കിൽ അങ്ങനെ അലീനയാണെങ്കിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനിടയാവുന്നത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ രേവതിക്കുട്ടിയും കൂടാതെ മാമച്ചനും ബബിതയും രോഹിത്തും ആണെങ്കിൽ ഇങ്ങനെ ക്യാരംസും കാര്യങ്ങളൊക്കെ കളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ രോഹിത്താണെങ്കിൽ കളിക്കാനൊന്നും അറിയില്ല, വെറുതെ കുറേ സമയം ഇങ്ങനെ വേസ്റ്റ് ചെയ്ത് ഇത് പൊസിഷനൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കാണ് കേട്ടോ. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ഇത് എന്തോ ഒരു സമയം എടുക്കണം, ഞങ്ങളെ വേഗം കളിക്കാനായിട്ട് പറയി എന്ന് പറയുമ്പോൾ അത് പിന്നെ ബുദ്ധിയുള്ളവർ സമയം എടുത്തേ ഇടുള്ളൂ എന്ന് രോഹിത്ത് പറയുമ്പോൾ എങ്കിൽ കണ്ടാൽ മതി എന്ന് രേവതിക്കുട്ടി പറയുന്നു. ഇതേ സമയം ബുദ്ധി ഉണ്ടായാലും ശക്തി ഉപയോഗിച്ചാണ് ജയിക്കേണ്ടത് എന്ന് പറഞ്ഞ് അങ്ങളാണെങ്കിൽ വളരെയധികം രോഹിത്തിനെ എന്ത് ചെയ്യുന്നു, പ്രചോദനം നൽകുകയും സമയമെടുത്ത് കളിച്ചാൽ മതി, നമുക്ക് ജയിക്കാനുള്ളതാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ വെറുതെ കണ്ണും പൂട്ടി അടിക്കുകയൊന്നും അല്ലാട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ കണ്ടാലും മതി, ആകെ ഇട്ടത് 2 ബാക്കി എല്ലാം ദേ കളത്തിലുണ്ട് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയം രോഹിത്ത് തട്ടുന്നത് ഇച്ചിരി നീങ്ങുന്നേ ഉള്ളൂ. അവരാണെങ്കിൽ രോഹിത്തിനെ കളിയാക്കി ചിരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. വീണ്ടും രോഹിത്ത് സമയമെടുത്ത് തട്ടുന്നത് പതിയാവുമ്പോൾ വീണ്ടും കളിയാക്കുന്നു. അങ്ങനെ അവർ കളിയാക്കി രസിച്ച് സന്തോഷിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം ജ്യൂസും ചായയും ഒക്കെ ആയിട്ട് നമ്മുടെ ഗ്രേസിയും അലീനയും അവിടേക്ക് കടന്നു വരുന്നുണ്ട്. അലീന ജ്യൂസ് കുടിക്കാനായിട്ട് പറയുന്നു, ഗ്രേസി ആണെങ്കിലും അമ്മച്ചന് ചായ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരതൊക്കെ കുടിച്ചിങ്ങനെ നിൽക്കുന്ന സമയം അലീന പറയുന്നുണ്ട്, നമുക്ക് തിരികെ പോകണമെന്ന്. ഇതേ സമയം പോകണോ എന്ന് ബബിതയും രേവതിക്കുട്ടിയും രോഹിത്തും ചോദിക്കുന്നു. അപ്പോഴാണെങ്കിൽ പോകണമെന്നോ, ഇതിപ്പോൾ വന്നിട്ട് എത്ര ദിവസമായിന്നാ, നമ്മൾ പോയില്ലെങ്കിൽ എങ്ങനെ ശരിയാവുന്ന മോളെ എന്ന് പറയുമ്പോൾ പോവണ്ട അലീന ചേച്ചി, നമുക്ക് നാളെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്ന് പറയുമ്പോൾ അതൊന്നും ശരിയാവില്ലെന്നേ, നമുക്ക് പോകാം, അതുതന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നു. അത് കേട്ട നമ്മുടെ ബബിതയ്ക്കും രോഹിത്തിനും ആർക്കും രേവതിക്കുട്ടിക്കും കൂടാതെ ഇവൾക്കും കൃഷ്ണമോൾക്കും നല്ല സങ്കടമാകുന്നുണ്ട്. എന്നിരുന്നാലും അലീനയുടെ വാക്ക് അവർ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അലീന പറയുന്നുണ്ട്, പോയി കിടന്നുറങ്ങുക, നാളെ നമുക്ക് പോകണമെന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും, കാണാനായിട്ട് കഴിയും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ രേവതിക്കുട്ടിക്ക് വല്ലാത്ത സങ്കടവും വിഷമവും ഒക്കെ ഉണ്ട്. അങ്ങനെ അതാ പോകാനായി പിറ്റേ ദിവസമായി. ഇതേ സമയമാണെങ്കിൽ അവരങ്ങനെ പോകാനായിട്ട് ഇറങ്ങുകയാണ്. അവരെ വിടാതിരിക്കാനായിട്ട് രേവതിക്കുട്ടി 18 അടവും പയറ്റുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. പക്ഷേ അതൊന്നും അത്ര കണ്ട് അങ്ങോട്ട് വിജയിക്കുന്നില്ല. നമ്മുടെ രേവതിക്കുട്ടി കാറിൻ്റെ താക്കോലെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ രോഹിത്തും രേവതിക്കുട്ടിയും ഒരു സംസാരിക്കാൻ ഒരവസരം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് രേവതിക്കുട്ടി. രോഹിത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, താൻ നിങ്ങൾ വിചാരിച്ചതിനേക്കാളും, അതായത് ഞാൻ വിചാരിച്ചതിനേക്കാളും നിങ്ങൾ ഇച്ചിരി കൂടി നല്ല മനുഷ്യനാണ്, ഇപ്പോഴാണ് അലീന ചേച്ചിയുടെ നല്ല സഹോദരനായത് എന്നൊക്കെ പറയുമ്പോൾ എന്നോട് സംസാരിക്കാൻ വേണ്ടി മനഃപൂർവ്വം താക്കോൽ എടുത്ത് ഒളിപ്പിച്ച് വെച്ചതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ അവിടെ ഒരു മനസ്സ് തുറക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. എന്തായാലും രേവതിക്കുട്ടി രോഹിത്ത് കോംബോയ്ക്ക് ഇതാ ഇവിടെ തുടക്കം കുറിക്കുകയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇതേ സമയം സങ്കടത്തോടെയാണെങ്കിലും രേവതിക്കുട്ടിയെ വെട്ടുപിരിയുന്ന വേദന രോഹിത്തിനുണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ്